മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ആക്ച്വലി പറഞ്ഞാൽ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് അപ്പൊ തിരിച്ചിട്ട് ഇപ്പൊ നമ്മളാണ് ആദ്യം അവിടെയാണ് ചെയ്തത്, അതിനുശേഷമാണ് മലയാളത്തിൽ ചെയ്തത്. പക്ഷെ സ്റ്റാർട്ട് ആഡ് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ മൂവി ഇൻ ദ സെൻസ് തമിഴാണ് ആദ്യം ചെയ്തത്. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ മലയാളത്തിലെ സിനിമകൾ നോക്കുമ്പോൾ അറിയാമായിരിക്കുമല്ലോ, അപ്പൊ കുറച്ചുകൂടെ കുറച്ചായിരിക്കും അല്ലെങ്കിൽ ഇച്ചിരൂടെ വൈഡ് ടെക്നിക്കലി നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടായിരിക്കും ഇപ്പോഴുള്ള സറൗണ്ടിങ്സിൽ നിന്ന് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ട്. അപ്പൊ തമിഴെന്ന് വെച്ചോട് വൈഡാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമ ഇച്ചിരൂടെ ടെക്നിക്കൽ വൈസും ക്രിയേറ്റീവ് വൈസും നമുക്ക് പറയാൻ ഉണ്ടായിരുന്നു? അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. രണ്ട് ഫീൽഡാണ്, രണ്ട് വേ ഓഫ് എന്താ ഫിലിം മേക്കിംഗ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ രീതിയിൽ പറയല്ല, കുറച്ചും കൂടെ ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മളെടുത്ത് ബിഹേവ് ചെയ്യും, കുറച്ചും കൂടെ എന്താ പറയാ വൈഡ് മാർക്കറ്റ് ആണ്. അങ്ങനെ അല്ലാതെ വളരെ വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു ന്യൂ കമർ ആണെന്നുള്ള ഒരു അങ്ങനെ ഡിഫറൻസിയേഷൻ ഒന്നും അവർ വെക്കില്ല. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എല്ലാരും ഈക്വലി ട്രീറ്റ് ചെയ്യുക, അങ്ങനെ ഒരു സംഭവം ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഏറ്റവും നല്ല കണ്ടന്റ് ആയിട്ടുള്ള മൂവീസ് വരുന്നത് നമ്മുടെ ഓഫ്കോഴ്സ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെയാണ്. സോ രണ്ട് ഡിഫറെന്റ് ഇതാണ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കാസ്റ്റിംഗ് നോക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാർ ഉണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ മാർക്കറ്റിംഗ് ശ്രദ്ധിക്കാം. പക്ഷെ തമിഴിൽ അങ്ങനെയല്ല, കൂടുതൽ ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മൂവിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആക്ടർ വലിയൊരു ആക്ടർ വേണം, മൂവി ഹിറ്റ് ആവണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സോ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആരാണോ അതിപ്പോ ഒരു ന്യൂ കമർ ആണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ എനിക്ക് മലയാളത്തിൽ ഇപ്പൊ നമ്മൾ സ്റ്റാർ കാസ്റ്റിംഗ് മാത്രമായിട്ട് അവസരങ്ങൾ കുറയുന്നതായിട്ട് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. പറയാൻ താല്പര്യമില്ല. ചോദിക്കാൻ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. എനിക്കും അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വർക്കുകളിലാണെങ്കിലും പോലും നമ്മൾ കുറച്ചും കൂടെ എന്താ ഒരു ഫെയിം ആവാത്തത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ നാളെ എന്റെ ഒരു പടം ഇപ്പൊ ഈ പടം ഹിറ്റാവുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതിന്റെ ഒരു ഹൈപ്ല അങ്ങനെ നോക്കാതെ ആർട്ടിസ്റ്റിന്റെ രീതിയിൽ കാണണം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താ പറയാ ஆர்டிஸ்ட் ஆர்டிஸ்ட் பெயின் வச்சு மற்றவங்களை ஜட்ஜ் பண்ணுவாங்க. பட் நான் தமிழ் இண்டஸ்ட்ரி எடுத்தீங்கன்னா இந்த மாதிரி படத்துக்கு ஸ்டோரிக்கு தான் இம்பார்ட்டன்ஸ் தருவாங்க. அப்படி അതേപോലത്തെ മൂവികൾ ചെയ്യാനായിട്ട് കണ്ടിട്ട് ഫീൽ ഗുഡ് മൂവികൾ ചെയ്യാനായിട്ട് തമിഴിൽ ഭയങ്കര ആർട്ടിസ്റ്റുകൾ ചെയ്യാൻ ധൈര്യപ്പെടില്ല എന്നുള്ളൊരു വന്നിരുന്നു. മലയാള സിനിമ പോകും കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു അതേപോലത്തെ മൂവി പറഞ്ഞില്ല, ആ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞാൽ പോലും ആളുകൾ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. ചിലപ്പോ അതൊരു കുറച്ചുനാള് മുമ്പുള്ള ഒരു രീതിയായിരിക്കും. പക്ഷെ ഇപ്പം തമിഴ് ഇപ്പം സാറ് പറഞ്ഞ പോലെ സാർ ഇവിടുത്തെ ഒരുപാട് പടങ്ങൾ കാണാറുണ്ട്. നമ്മുടെ ഭയങ്കര അവിടെ എല്ലാ തമിഴും കണ്ടിട്ടുണ്ടെന്നാണ് എന്റെ ഒരു, കാരണം അത്രയും നല്ലൊരു മൂവിയാണ്. സോ അത് പുറത്തുള്ള പെർസ്പെക്റ്റീവ് കുറച്ച് നാൾ മുമ്പ് അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ കൈൻഡ് ഓഫ് മൂവീസ് ആയിരുന്നു തമിഴിൽ ഓടിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ കണ്ടന്റ് ബേസ്ഡ് പോകുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ എന്താ ഒരു ഇപ്പൊ ഇവിടെ തമിഴില് ഞാൻ മാമൻ ഒക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഓടി, ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. ഇതൊരു ഫാമിലി കണ്ടന്റ് റിലേറ്റഡ് മൂവിയാണ്. എനിക്ക് എന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. സാപ്പിടുമ്പോൾ നമുക്ക് ബട്ടർ വെച്ച് സാപ്പിടാം, ജാം വെച്ച് സാപ്പിടാം. അപ്പോ இந்த ഫീൽ ഗുഡ് മൂവി ചെയ്യുമ്പോൾ കഷ്ടപ്പാട് എന്തെങ്കിലും കൊണ്ടിരുന്നു ബുദ്ധിമുട്ട് ரொம்ப കഷ്ടം ബുദ്ധിമുട്ട് I basically enjoy the process of directing. Making film is like அதுதான் வந்திருக்கும். கஷ்டப்பட்டு ஒரு 15 years இண்டஸ்ட்ரியில் இருந்து நான் சிஜி பேக்ரவுண்ட் வந்தேன்.
VFX பேக்ரவுண்ட் வந்து நிறைய ஃபிலிம்ஸ்ல VFXல ஒர்க் பண்ணிட்டு அதுக்கு ஒரு ரைட்டரா இருந்து அதுல நிறைய ஃபிலிம்ஸ் வந்து ரைட்டிங் பண்ணிட்டு அண்ட் தென் ஐ பிகேம் டைரக்டர். ஸோ அல்டிமேட்லி நான் இதுக்கு தான் எய்ம் பண்றேன். ஸோ அண்ட் when I get that opportunity, I'm so happy that so I know it's not a difficult process. Oh, sorry, I didn't understand your question. New face okay. Oh, it's not like he's a seasoned actor actually. He came from a TV background, so it's not a difficult thing, and everyone understood the story correctly. So when they easily understand, basically we need intelligent people. That's casting எல்லாமே ரொம்ப இன்டெலிஜென்ட்டான people. Already legendary actors Charlie, Sarnia, Purman, Devashni, அவங்களாம் சூப்பர், அவங்களாம் கேட்கறாங்க. பட் இவங்க வந்து அவங்கள காப்பி பண்ணி நடிக்கணும்னா இவங்க ஸ்டோரி அண்டர்ஸ்டாண்ட் பண்ணிக்கணும் இல்லையா? அந்த அண்டர்ஸ்டாண்ட் பண்ணிக்கிற இன்டெலிஜென்ஸ் இவங்க எல்லாருக்கும் இந்த 3 பேருக்குமே இருக்கு. ஸோ இவங்க வந்து ஃப்ரெஷர்ஸ் ஒரு டெபியூ அந்த மாதிரி பார்க்க முடியாது. ஆல்ரெடி ஜோ ஃபிலிம்ல பவ்யா நல்லா பண்ணியிருப்பாங்க. ஆதியா தான் கம்பேரிட்டிவா எனக்கு ஃப்ரெஷ். பட் ஆதியாவோட பெர்ஃபார்மன்ஸ் ரொம்ப சூப்பராக இருந்தது. ரொம்ப கிட்டத்தட்ட சீனியர் ஆர்டிஸ்டோட பண்ணும்போது சரி, ரொம்ப காம்ப்ளிகேட்டட் சிச்சுவேஷன்ஸ் எல்லாம் கூட ஈஸியா பெர்ஃபார்ம் பண்ண முடியுது. ஏன்னா அண்டர்ஸ்டாண்டிங் கரெக்டா இருந்ததுன்னா ஈஸியா டெலிவரி வந்துடும். அந்த அண்டர்ஸ்டாண்டிங் இன்டெலிஜென்ஸ் வந்து ஐ எம் பிளெஸ்ட் டு ஹேவ் திஸ் கைண்ட் ஆஃப் இன்டெலிஜென்ட் பீப்புள் இன் மை குரூப். ஸோ அதுதான் என்னோட ஆன்சர். So I make my work very easy. തമിഴ് ഇൻഡസ്ട്രിയിൽ കൊമേഴ്ഷ്യൽ മൂവിയാണ് ഭയങ്കര ജാസ്തി ഇതോടും ഫീൽ ഗുഡ് മൂവി ഇപ്പൊ വർക്കാവുന്ന 100% ஃபீல் குட் மூவிஸ் தான். இப்போ ரீசெண்டா டூரிஸ்ட் ஃபேமிலி யாரோ சொன்னாங்க நினைக்கிறேன். ஃபீல் குட் மூவி தான் அது நியர்லி 90 crores 100 crores கூட போகுது டூரிஸ்ட் ஃபேமிலி. அது வந்து ஃபீல் குட் ஃபிலிம் தான் இல்லையா? ஸோ ஃபீல் குட் பீப்புள் வந்து ஃபீல் குட் ஃபிலிம் இல்லை ஆக்ஷன் ஃபிலிம் அப்படி டிஃபரன்ஸ் இல்லை. அது என்ன ஜானரா இருக்கலாம். அந்த ஜானரால இஃப் த ஜானரா டச்சஸ் த பீக்னா அதுக்கு ஜென்யூனா இருந்தா, அந்த ஜானராக்கு ஜென்யூனா இருந்தா ஸ்கிரீன் பிளே மெயினா ஸ்கிரீன் பிளே. ஏன்னா பேசிக்கா ஸ்கிரீன் பிளேல இருந்தா ஸ்கிரீன்ல பாதி வந்து ரெஸ்ட் ஆஃப் தி திங் வந்து ஆக்டர்ஸ் கையில. ஸோ எனக்கு ஸ்கிரீன் பிளேல ஆல்ரெடி எல்லாமே ஒரு கான்ஃபிடன்ஸ் இருந்துச்சு. அதுக்கு மேல இந்த மாதிரி ராஜு மாதிரி பவ்யா ஆத்யா மாதிரி பிரில்லியண்டான ஒரு பெர்ஃபார்மன்ஸ் உள்ள வரும்போது அது இன்னும் வந்து அதோட மைலேஜ் ஜாஸ்தி வரும். நிவாஸ் கே பிரசன்னா மாதிரி ஒரு மியூசிக் டைரக்டர் உள்ள வரும்போது சீன்ஸோட பிஜிஎம் இருக்கு இல்லையா? அது நான் 6 months ஒர்க் பண்ணேன். எந்த சீக்வன்ஸ்ல என்ன மாதிரி பிஜிஎம் போட்டா அந்த எமோஷன்ஸ் வெளியே வரும்ன்றது நான் நிறைய யோசிச்சு ஆர்டி பண்ணி ஒவ்வொன்றுக்கும் ரெஃபரன்ஸ் எடுத்து அதை வச்சு அதை டீட்டெயிலா ஒர்க் பண்ணிருக்கேன். ஸோ அதனால அந்த ஒரு ஒரு சந்தோஷம் இருக்கு. அதாவது எல்லாமே கரெக்டா அமைஞ்சதுன்னு சொல்லுவாங்க. சில படத்துல தான் அமையும். நான் சொல்றது உங்களுக்கு புரியுதான்னு எனக்கு தெரியல. ஸோ இந்த படத்துல எல்லாமே கரெக்டா அமைஞ்சிருந்தது. காஸ்ட் குரூ எல்லாமே ரொம்ப சென்சிபிள் பீப்புள், வெரி சென்சிபிள் பீப்புள். ஸோ சென்சிபிள் ஃபிலிம் வந்து வரதுக்கு காரணமா இருக்குன்னு நான் நினைக்கிறேன்.